ഹലോ നമസ്കാരം, ഞാൻ ജിനൻ ഫ്രം സൈൻ മീഡിയ എന്റർപ്രൈസസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ കേരളത്തിലെ 200-ൽ പരം മിഷൻ വിട്ടിട്ടുള്ള ഹൈജെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിട്ടുള്ള CNC റൗട്ടറിന്റെ പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഹൈജെറ്റ് എന്നുള്ള ബ്രാൻഡിന്റെ CNC റൗട്ടറിന്റെ പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ഇന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഹൈജെറ്റ് CNC റൗട്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ഇമ്പോർട്ടഡ് മെഷീൻ ആണ്. നമ്മൾക്ക് ഇവിടെ ലോക്കൽ മെയ്ഡ് ചെയ്യുന്ന ഒരു മെഷീൻ അല്ല. ഇത് നമ്മൾ ഫോറിനിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സപ്ലൈ ചെയ്യുന്ന മെഷീനാണ്. ഏകദേശം 7 വർഷത്തോളമായി നമ്മൾ ഇതേ ബ്രാൻഡ് നമ്മൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും കൊടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിന്റെ ഒരു പുതിയ ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന മെഷീൻസ്. അതിന്റെ ഓരോ അപ്ഡേഷനും ഞാൻ എടുത്ത് നിങ്ങളോട്ട് എത്തിക്കുന്നതായിരിക്കും. ഇതിന്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിന്റെ ഈ സ്പ്ലിൻഡൽ സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മുമ്പത്തെയും അങ്ങനെ തന്നെയാണ് ആ ഒരു ക്വാളിറ്റി നമ്മൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൺവെയർ ബെൽറ്റ് ആണ് ഈ സ്പ്ലിൻഡലിലോട്ട് വരുന്ന വയറ് പൈപ്പുകൾക്ക് എല്ലാം വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഈ വരുന്ന ഈ ഒരു പോർഷൻ അത് ചെറുതായിരുന്നു, മുമ്പ് വളരെ സ്മോൾ ആയിരുന്നു. ഇത് കുറച്ചുകൂടെ സ്മോൾ ആയിട്ട് ഒന്നുകൂടെ അത് ഒന്ന് ഭംഗി വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മെഷീനെ അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ 20 mm റെയിലാണ് ഇതിൽ വരുന്നത്. ഹൈവിൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് റെയിലാണ് ഈ മെഷീനിൽ വരുന്നത്. സാധാരണ പോലെ തന്നെ റാക്ക് ആൻഡ് പിനിയൻ, അവിടെയൊന്നും വ്യത്യാസം വന്നിട്ടില്ല. സൈഡ് കവറിൽ നമ്മുടെ മുമ്പത്തെ അതേ ഓപ്ഷൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. 2 അഡീഷണലി ഡബിൾ സൈഡ് എമർജൻസി സ്വിച്ച് നമുക്ക് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ ഡിസൈനിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഡിസൈനിൽ തന്നെ ഇവിടെ LED ബ്രാൻഡിങ്, നമുക്ക് ഇവിടെ പേര് ബ്രാൻഡ് അങ്ങനെയായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ ബോക്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇത് നമ്മൾ പറയുന്ന പോലെ കൺട്രോൾ ബോക്സ് ആണ്. ഇതിൽ നമുക്ക് ഈ CNC റൗട്ടർ മെഷീന്റെ ഇലക്ട്രോണിക് പാർട്സുകളൊക്കെ മെയിൻ ആയിട്ട് ഇതിന്റെ മോട്ടോർ പുറത്താണ്, ക്ഷമിക്കണം, ഡ്രൈവറുകൾ, അതിന്റെ ഇൻവെർട്ടർ, അങ്ങനത്തെ വരുന്ന മെയിൻ ഇലക്ട്രോണിക് പാർട്സ് ഒക്കെ ഒരു സെപ്പറേറ്റ് ബോക്സിലാണ് വരുന്നത്. ആ ബോക്സിലേക്കോട്ട് വരുമ്പോൾ ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് പാർട്സ് വരുന്ന കൺട്രോൾ ബോക്സ്. ഈ ബോക്സിലോട്ട് നമുക്ക് വരുമ്പോൾ ഇതിപ്പോ ഈ മെഷീൻ വന്നിട്ട് ഈസി സെർവോ മെഷീൻ ആണ്. ലീഷന്റെ ഈസി സെർവോ ഡ്രൈവർ മോട്ടോർ ഡ്രൈവുകളാണ് ഈ ഇരിക്കുന്ന ഈ 4 Y-ന് 2 Z X. പിന്നെ വരുന്ന ഇലക്ട്രോണിക് പാർട്സിലാണ് ഇതൊക്കെ വരുന്നത്. ബെസ്റ്റ് എന്ന ബ്രാൻഡിന്റെ ഫേമസ് ബ്രാൻഡിന്റെ ഇൻവെർട്ടർ ആണ്, സ്പ്രിൻഡലിലോട്ടുള്ള ഇൻവെർട്ടർ ആണ് ഇതിൽ വരുന്നത്. ഇത് ഷാങ്ലോങ് എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ ആണ് ഇപ്പോൾ വരുന്നത്. റിച്ചോട്ടോ ഒരു ഓപ്ഷനിലാണ്. റിച്ചോട്ടോ ആണെങ്കിൽ നമുക്ക് റിച്ചോട്ടോ ഈ സിസ്റ്റത്തിൽ നമുക്ക് കോമ്പാക്റ്റബിൾ ആണ്. അടുത്ത് വരുന്നത് ട്രാൻസ്ഫോമർ ആണ്. കാരണം ഈ മെഷീൻ ഇത്ര വലുതാണെങ്കിൽ കൂടി ഇതിന് ഒരുപാട് പവർ കൺസപ്ഷൻ എടുക്കില്ല. അതിനെ നമുക്ക് സഹായിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫോമർ ആണ്. കാരണം നമുക്ക് വരുന്ന 230 വോൾട്ട് 70 വോൾട്ട് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഈ മെഷീൻസ് എല്ലാ മോട്ടോഴ്സും വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിന്റെ കണക്ടേഴ്സിനൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും ഊരാനും വേണ്ടിയിട്ടുള്ള ഒരു പാനല് ഈ മെഷീനിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ അവർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ കൺട്രോൾ പറഞ്ഞു തന്നു, ഇതിന്റെ സ്പ്രിൻഡൽ പറഞ്ഞു തന്നു, ട്രാൻസ്ഫോമർ, ഇതിന്റെ ഡ്രൈവർ ഒക്കെ നമുക്ക് ഇപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറം വശത്തോട്ട് പോവാണെങ്കിൽ ആ കൺട്രോളിൽ നിന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കൺട്രോളറാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഈ ഷാങ്ലോണിന്റെ S180 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇപ്പൊ റിച്ചോട്ടിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ലൈഫും കുറച്ചുകൂടെ സ്പീഡും ഒക്കെ ഉള്ള ഒരു കൺട്രോളാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് റിച്ചോട്ടോ വേണം എന്നുള്ള മുമ്പ് ഉപയോഗിച്ചവർക്ക് നമുക്ക് റിച്ചോട്ടോ ഈ സെയിം മെഷീൻ തന്നെ നമുക്ക് റിച്ചോട്ടോ ആക്കി കൊടുക്കാൻ പറ്റും. അത് കോൺഫിഗറേഷൻ പറയുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. സെയിം പ്രൈസിൽ തന്നെയാണ് നമുക്ക് ആ മെഷീൻ ആ സിസ്റ്റത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതിന് എന്താ പറയുക, ഇതിന് മാഗ്നറ്റിക് ഉണ്ട്. നമുക്ക് റിച്ചോട്ടോ പോലെ നിലത്ത് വീഴുമെന്നുള്ള പേടി വേണ്ട. ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇരുന്നോളും. അപ്പൊ പെട്ടെന്ന് നിലത്ത് വീണ് പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല ഈ ഒരു സിസ്റ്റമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അത് ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇതിന്റെ പവർ സ്വിച്ച് ആണ് വരുന്നത്. ഇത് നമുക്ക് എല്ലാ മെഷീനിലും ഉണ്ടാവുന്ന എമർജൻസി സ്വിച്ച് ആണ്. ഇത് സ്റ്റാർട്ടിംഗ് സ്വിച്ച് ആണ്. പിന്നെ ഈ പുതിയ കൺട്രോൾ ബോക്സിൽ തന്നെ നമുക്ക് ഇതിന്റെ ഡെസ്ക് കളക്ടർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് ഓൺ ആക്കാനുള്ള സ്വിച്ച് പ്രൊവിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺട്രോൾ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് വഴിയാണ് ഇത് മെഷീനിലോട്ടുള്ള വയറുകൾ കണക്ട് ആവുന്നത്. നമുക്കിത് റോൾ ചെയ്യാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിൽ നീക്കി വെക്കാൻ പറ്റും ഈ ഒരു സ്പേസിന്റെ ഉള്ളിൽ. അതുപോലെ ഈ ഡ്രൈവർ ഒരുപാട് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രൈവർ നമുക്ക് ഒരുപാട് ലെങ്ത് വയർ, ഏകദേശം 4 മീറ്ററോളം
ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും അടുത്ത് പോയി നിന്നിട്ട് നമുക്ക് ഇതിന്റെ ഒറിജിൻ സെറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഈ ഒരു കൺട്രോളർ ആയിട്ട് വരുമ്പോൾ. അപ്പൊ ഇത്രയാണ് കൺട്രോൾ ലെവലിൽ വരുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, നമ്മളപ്പോ കൺട്രോൾ ബോക്സ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇതിന്റെ സൈഡ് വശങ്ങളിലോട്ട് പോവാം. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ അതിന്റെ CNC റൗട്ടർ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എക്സ് ആൻഡ് വൈയുടെ മൂവ്മെന്റിന്റെ സിഗ്നൽ കാണിക്കാനുള്ള സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ വൈ സൈഡ് സിഗ്നൽ സ്റ്റിക്കർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൂവിങ് ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡബിൾ സ്വിച്ച് ആ സൈഡിലും ഉണ്ടാവും, ഈ സൈഡിലോട്ട് ഉണ്ടാവും. ഈ സൈഡ് കവറിന്റെ എയർ പാസേജിന് വേണ്ടി നല്ല രസത്തിലൊരു ഡിസൈൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹൈവിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 20mm LM ബ്ലോക്ക് ആണ് ഇതിൽ വരുന്നത്. അതിൽ പോവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ സപ്ലൈ വരുന്ന പൈപ്പ് കണക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അടിയിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങോട്ട് വരും. അടിയിലോട്ട് വരുമ്പോൾ ഇതിന്റെ ലെഗ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ലെഗ് ഇതിന്റെ 8 ഇഞ്ച് വീതിയിട്ടുള്ള ലെഗാണ് ഇതില്. ലെഗാണ്, അത്രയും ഹെവി ആയിട്ടുള്ള ലെഗാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഒരു വിട്ട് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അങ്ങനത്തെ 6 ലെഗ് സ്ട്രക്ചർ ആണ് ഈ CNCക്ക് വരുന്നത്. പിന്നെ ഈ ഓപ്ഷൻ പുതിയതാണ്, പുതിയ അപ്ഡേഷൻ ആണ്. ഈ ഓപ്ഷൻ എന്ന് വെച്ചാൽ ആന്റി വൈബ്രേഷൻ പാഡ് എന്ന് കൂടെ പറയും. പ്ലസ് ഇതില് ഹൈറ്റ് സെൻസർ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നിലം ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ ലെവൽ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇതിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു പുതിയ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ സൈഡിലോട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിന്റെ കവർ കാര്യങ്ങളൊക്കെ നോർമൽ ആണ്. ഇവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ 6 സ്ട്രക്ചറിൽ വരുന്ന ലെഗുകളാണ്. 6 ലെഗ് സ്ട്രക്ചർ. ഒരു സൈഡ് 3 ലെഗ്, അനദർ സൈഡ് 3 ലെഗ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ ബെഡ്, അടുത്തായിട്ട് നമ്മുടെ ബെഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഹൊറിസോണ്ടൽ ബെഡാണ്. നോർമൽ മെഷീനിൽ, ലോക്കൽ മെയ്ഡ് മെഷീനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ബെഡാണ്. ഇപ്പൊ ഹൊറിസോണ്ടൽ ബെഡിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പീസുകൾ വരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാൻ പറ്റും. മറ്റേ അത്രയും ദൂരം നമ്മൾ ഇതിൽ പൊടിയൊക്കെ ഇരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൊറിസോണ്ടൽ ബെഡ് വരുന്നത്. ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു റബ്ബറിന്റെ മെറ്റീരിയൽ നമ്മൾ ഒട്ടിക്കും. ഇപ്പൊ നമ്മുടെ ഫാക്ടറിയിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തയക്കുന്ന സമയത്ത് ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടാണ് മിഷൻ ഡെലിവറി ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇത് എക്സിലോട്ട് പോകുന്ന വയറുകൾ പോകുന്ന കൺവെയർ ബെൽറ്റ് ആണ്. അത് ഒരു 3 ഇഞ്ചിന്റെ കൺവെയർ ബെൽറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സപ്പോർട്ട് ചെയ്യുന്ന ക്ലാമ്പ് ആണ് ഇവിടെ വരുന്നത്. ഇത് 2 സൈഡിന്റെയിലും ലിമിറ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു ലിമിറ്റ്, ഇവിടെ റബ്ബർ ലിമിറ്റ് ആണ്, ബുഷാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ പുതിയൊരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ. ഇത് നമ്മളിപ്പോ ഫിക്സ് ചെയ്തിട്ടില്ല, ഇത് കാരണം ഡെലിവറിക്ക് മുമ്പായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുള്ളൂ. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു ഓപ്ഷനാണ്. കാരണം ഇതിന്റെ ഡസ്റ്റ് എല്ലാം മുമ്പ് ഇതിന്റെ അടിയിലത്തെ ജോലോട്ട് വന്ന് അത് പ്രോബ്ലം വന്നിരുന്നു. അപ്പോൾ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ മെഷീനിൽ ഒരു പ്രൊട്ടക്ടർ, റെയിൽ പ്രൊട്ടക്ടർ 2 സൈഡിലായിട്ട് അത് വരുന്നുണ്ട്. അതൊരു പുതിയ, ബാക്കിയുള്ള പോർഷൻ അവർ ഒരു നല്ല പ്ലേറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഓപ്പൺ അല്ല, ബാക്ക് സൈഡ് കവർ ഉണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോ അതുപോലെ നമ്മൾ ഇത് ഇങ്ങോട്ട് വരുമ്പോ ഇത് ഓട്ടോ ഓയിൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആണ്. അത് നമുക്കിതിൽ ഓയിൽ ഒഴിച്ച് നമ്മൾ ഇവിടെ പമ്പ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ എല്ലാ ജോലോട്ടും ഇതുവഴി സപ്ലൈ ഓയിൽ എത്തിക്കും. നമ്മൾ മാനുവൽ കൊടുത്തതിന് ഉപരി നമുക്ക് ഇത് കൂടെ ചെയ്താൽ എല്ലാ നമ്മുടെ ജോലോട്ടും ഇവിടെ പമ്പ് ചെയ്യുമ്പോൾ ഓയിൽ എത്തും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് 1-2 പ്രാവശ്യം ഇത് പമ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നല്ല ഒരു പോർഷനെയാണ് നമ്മൾ ഗാൻട്രി എന്ന് പറയുന്നത്. ഇതിന്റെ ഗാൻട്രിയുടെ ഇതിന്റെ വിഡ്ത്ത്, ഈ ഒരു പോർഷന്റെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് നല്ല ഹെവി ആണിത്. ഇതിന്റെ ഒരു വിഡ്ത്ത് വരുന്നത് 6.5 ഇഞ്ചാണ് ഈ ഗാൻട്രിയുടെ വലിപ്പം വരുന്നത്. ഇത് ചില മെഷീനിൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ നമ്മുടെ ലെഗുകൾ വളരെ കുറച്ചും ഒക്കെ മെഷീൻസ് വരുന്നുണ്ട്. മെഷീൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡ്യൂറേഷൻ കിട്ടുന്നത്, അതേപോലെ ഒരു 10 കൊല്ലമൊക്കെ ഉപയോഗിക്കാനാണ് നിങ്ങളൊരു മെഷീൻ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഹൈജെറ്റ് മെഷീൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഞാൻ പറയുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് നോർമൽ മെഷീനിൽ വരുന്നത്, സ്റ്റാൻഡേർഡ് മെഷീനിൽ ഹാർഡ് വുഡിനെ വരെ വരാൻ പോകുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്ലിന്റുകളാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് 3.2 വാട്ടർ കൂളർ അല്ലെങ്കിൽ 3.5 എയർ കൂളർ സ്പിൻഡിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതിൽ വരുന്നത് കണ്ടോ, ഇത് ഇപ്പോൾ വാട്ടർ കൂളർ സ്പിൻഡിലാണ് വരുന്നത്. വാട്ടർ കൂളർ സ്പിൻഡിലാവുമ്പോൾ ഇത് ഇങ്ങനെ ഫുള്ള് റൗണ്ട് ആയിരിക്കും. എയർ കൂളർ ആകുമ്പോൾ അതൊരു സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുക. ഇത് എന്തിനാണ് ഈ രണ്ടിന്റെയും ഡിഫറൻറ്റ് എന്താണെന്ന് നമുക്ക് സ്ഥിരമായിട്ട് കസ്റ്റമർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വാട്ടർ കൂളറും എയർ കൂളറും തമ്മിൽ എന്താണ് ഡിഫറൻറ്റ് എന്നുള്ളത്. അതിപ്പോ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. ഇത് വാട്ടർ കൂളറും എയറും തമ്മിലുള്ള മെയിൻ ഡിഫറൻറ്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം.
ഈ കൂളർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ മോട്ടറിനെ സ്പ്ലിൻഡലിനെ കൂൾ ചെയ്യാവുന്ന സിസ്റ്റത്തിനെയാണ് ഈ കൂൾ ലെവലിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വാട്ടർ, ഒന്ന് എയർ. നമുക്ക് ഇപ്പോൾ ഉള്ള ഈ സ്പ്ലിൻഡല് വാട്ടർ വെച്ച് മോട്ടർ വെച്ചിട്ട് ഫ്ലോ ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ തണുപ്പിക്കുന്നത്. എയർ കൂളർ ആവുമ്പോൾ 2 ഫാൻ, അപ്പ് ആൻഡ് ഡൗണിൽ 2 ഫാൻ കൂടി ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ടാണ് ആ എയർ കൂളർ വർക്ക് ചെയ്യുന്നത്. വാട്ടർ കൂളർ ആകുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പൊ കൂടുതൽ വീടുകളൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വാട്ടർ കൂളർ നമ്മളാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് കസ്റ്റമർക്ക്. പക്ഷെ എയർ കൂളർ ആണെങ്കിൽ മെയിൻ്റെനൻസ് കുറവായിരിക്കും. അതാണ് എയർ കൂളർ വരുമ്പോൾ ഒരു അഡ്വാൻസ് എന്നത്. പക്ഷെ എയർ കൂളർ കുറച്ചുകൂടെ സൗണ്ട് ഉണ്ടാവും. കാരണം അഡീഷണൽ 2 ഫാൻ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സൗണ്ട് എയർ കൂളർ സ്പ്ലിൻഡലിന് ഉണ്ടാവാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വാട്ടർ കൂളർ ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം പറയുമ്പോൾ ചിലർ പറയും മെയിൻ്റെനൻസ് കൂടുതലാണ് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതെന്താന്ന് വെച്ചാൽ വാട്ടർ കൂളർ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇതിന്റെ വാട്ടർ ഫ്ലോ കറക്റ്റ് ആണോ എന്ന് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ആ ഒരു ഡിഫറൻറ്റ് മാത്രമാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ RPM കൂടുതൽ വാട്ടർ കൂളർ ആണ്. 24,000 ആണ് RPM വരുന്നത്. എയർ കൂളർ വന്നിട്ട് 18,000 RPM ആണ് നോർമലി ഈ മെഷീനിൽ. നമുക്ക് വരുന്ന ഈ മെഷീൻ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ വുഡ് ഇൻഡസ്ട്രി, കാർപ്പൻറ്റർ വർക്ക്, അതായത് വുഡ് കാർവിംഗ് മെഷീനാണ് ശരിക്കും ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ മെഷീനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൾട്ടി പർപ്പസ് മെഷീൻ ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് സൈനേജുകാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെഷീനിൽ ഒരുപാട് മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് മൾട്ടിവുഡ് കട്ട് ചെയ്യാം, ACP കട്ട് ചെയ്യാം, MDF കട്ട് ചെയ്യാം, അക്രലിക് ഷീറ്റ് കട്ട് ചെയ്യാം, ഹൈലം ഷീറ്റ് കട്ട് ചെയ്യാം, സിമെന്റ് ബോർഡ് കട്ട് ചെയ്യാം, ഫോം ഷീറ്റ് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ വുഡ് വർക്കിൽ വുഡ് കാർവ് ചെയ്യാം, പ്രൊഡക്ഷൻ ട്രോഫികൾ ഉണ്ടാക്കാം, മുഖപ്പ് ഉണ്ടാക്കാം, സൈഡ് ബീഡിങ്ങുകൾ ഉണ്ടാക്കാം, ഫ്രെയിം വർക്കുകൾ, ഫോട്ടോ ഫ്രെയിമിന്റെ വർക്കുകൾ, സൈഡ് ആ മരത്തിലുള്ള എൻഗ്രേവിങ് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ CNC മെഷീൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാം. എന്തൊക്കെ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാന്നുള്ള ഫോട്ടോ കാര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മളും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളും അതിന്റെ സാമ്പിൾസ് അടക്കം നമ്മൾ ഫോട്ടോസ് കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ ഇത്രയും മേഖലകളിലോട്ട് ഈ മിഷൻ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ CNC മിഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് മിഷനാണ്. നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ലോണോട് കൂടി സ്റ്റാർട്ട് ചെയ്ത് സബ്സിഡി ഒക്കെ ഒരു 20 to 30% സബ്സിഡി ഒക്കെ അവൈലബിൾ ആവുന്ന ഒരു മിഷനാണ് CNC റൗട്ടർ. അപ്പോ നിങ്ങൾ മിഷൻ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, മിഷൻ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, ഇതൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മിഷനാണ്. ഇതിൽ കുറഞ്ഞ കോൺഫിഗറേഷൻ വരുന്ന മിഷൻസ് നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഈ കോൺഫിഗറേഷനും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ടാണ് പ്രൈസ് ലെവൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മിഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹൈജെറ്റ് ചൂസ് ചെയ്യാം. നമുക്ക് 7 വർഷമായിട്ട് ഹാപ്പി കസ്റ്റമേഴ്സ്, 200-ൽ പരം ഹാപ്പി കസ്റ്റമേഴ്സ് ഈ സൗത്ത് ഇന്ത്യയിലായിട്ടുണ്ട്. നമ്മൾ നിങ്ങളുടെ ഏരിയ പറയുവാണെങ്കിൽ അവിടെ നിന്നുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കും. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, മിഷൻ കാണാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ CNC റൗട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് എന്തൊക്കെ മെഷീൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഫീൽഡിലാണ് ഇത് വർക്ക് ആവുക എന്നുള്ളത്. പക്ഷെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളോട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് മെഷീനാണ്. നമുക്കൊരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റിൽ കാലാകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത്. വൺസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രീസ്, ഓയിൽ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് വരുന്ന ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ബിറ്റുകൾ നമുക്ക് ആവശ്യമുള്ള വർക്കിനനുസരിച്ച് പല ടൈപ്പ് ബിറ്റുകൾ വരുന്നുണ്ട്. ആ ബിറ്റുകൾ 150 രൂപ മുതൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. 150 മുതൽ 1000 വരെയുള്ള ബിറ്റുകൾ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷെ അപ്പൊ ഒരു ബിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു 150 രൂപയുടെ ബിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ഷീറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ഈ മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ, CNC മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ മെഷീന്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് മെഷീന്റെ കൂടെ വരും, ഒരു പ്ലാസ്റ്റിക് ബോക്സ്. ഈ ബോക്സ് നമുക്ക് 2 കാര്യങ്ങൾക്ക്, ഒന്ന് ഇതിന്റെ സ്പെയർ പാർട്സ് ഇട്ട് വെക്കാനും, നിങ്ങൾക്ക് വാട്ടർ കൂളർ ആണ് മെഷീൻ വെച്ചെങ്കിൽ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഫ്ലോ സെറ്റ് ചെയ്യാനും നമുക്ക് ഈ ബക്കറ്റ് ഉപയോഗിക്കാം. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിന്റെ കൂടെ വാട്ടർ കൂളർ ആണെങ്കിൽ ഇങ്ങനെ ഒരു പമ്പ് വരും. ഇതിന്റെ കൂടെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, അതിന്റെ സ്പെഷ്യൽ ടൂൾസുകൾ, പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചൊരു 10-15ഓളം ടൂളുകൾ, നമ്മൾ നോർമൽ ടൂളുകൾ, സിംഗിൾ ഫ്രൂട്ട്, ഡബിൾ ഫ്രൂട്ട് എന്ന ടൂളുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പ് ആണ് ഈ 2 ടൈപ്പ് വരുന്നത്. പിന്നെ അത് നമ്മുടെ സ്പ്ലിൻഡിൽ ടൈറ്റ് ചെയ്യാനുള്ള സ്പാനേഴ്സ്,
പിന്നെ ലങ്കി സെറ്റ്, സ്ക്രൂ ഡ്രൈവർ, എക്സ്ട്രാ സ്ക്രൂസ്, അതിന്റെ കോളറ്റ്, അങ്ങനെ ഇത് ഈ മെഷീന് വേണ്ട ഒട്ടുമിക്ക പാർട്സുകളും ഈ മെഷീന്റെ കൂടെ തന്നെ നമുക്ക് വരേണ്ട നോർമൽ കട്ടിംഗ് വർക്കുകൾക്ക് വേണ്ട അത്യാവശ്യം ടൂളുകൾ കൂടിയായിട്ടാണ് ഈ മെഷീൻ നമുക്ക് വരിക. അപ്പൊ വരുന്നത്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് കസ്റ്റമർക്ക് കൂടുതൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ ഈ മിഷൻ തരുമ്പോൾ തന്നെ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ 40 GB വരുന്ന നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷനും 3D ആൻഡ് 2D കളക്ഷൻസ് നമ്മൾ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ഫ്രീ ആയിട്ട് നമ്മൾ അത് കൊടുക്കും. മാത്രമല്ല നമുക്ക് 2D 3D ട്രെയിനിങ്ങുകളും നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മലയാളം ട്യൂട്ടോറിയൽ വീഡിയോ കൂടി അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കിങ്ങിനെ കുറിച്ച് ഒരുവിധ ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ഇനി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ സപ്പോർട്ടും നമുക്ക് അവൈലബിൾ ആണ്. മിഷന്റെ അടുത്ത് നമുക്ക് മിഷന്റെ വാറണ്ടിയിലൂടെ എടുക്കാം. മിഷന്റെ വാറണ്ടി എന്ന് വെച്ചാൽ 2025 ശേഷം നമുക്ക് ഒരു ഓഫർ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. 2025 ശേഷം ഈ മിഷന് 2 ഇയർ വാറണ്ടി ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് കണ്ടീഷൻ അപ്ലൈസ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ 2 വർഷം വാറണ്ടി ഉള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന പാർട്സുകൾക്ക്, അതായത് ട്രാൻസ്ഫോമർ, ഇതിന്റെ ഡ്രൈവർ, ഇതിന്റെ ഇൻവെർട്ടർ, സ്പ്രിന്റലിന് വരുന്ന ഇൻവെർട്ടർ, കൺട്രോളർ, ഇതിനെ മാത്രമാണ് നമ്മൾ 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. മറ്റേ മെഷീന് ഓൾ പാർട്സിന് 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ മെഷീനെ ടോട്ടലി നമുക്ക് വന്നിട്ട് 2 ഇയർ വാറണ്ടി ആയിട്ടാണ് ഈ മെഷീൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 ഇയർ നിങ്ങൾക്ക് ഹെഡ് ഏക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ്. നമുക്കിനി CNC മെഷീൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഷെഡിൽ വരെ ഈ മെഷീൻ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. 14x10 ആണ് ഇതിന്റെ ഏറ്റവും മിനിമം സൈസ് വേണ്ടത്, ഫ്ലോർ സൈസ് വേണ്ടത്. ഇതിന്റെ പവർ സെക്ഷൻ വരുന്നത് ഈ മിഷന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ മിഷൻ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മിഷന്റെ എപ്പോഴും റൈറ്റ് സൈഡിൽ ഒരു 4 അടി പൊക്കത്തിലാണ് നമുക്ക് ഇതിന്റെ പവർ പ്ലഗ് നമ്മൾ വെക്കേണ്ടത്. പവറിലോട്ട് വരുമ്പോൾ ഈ മിഷൻ ടോട്ടൽ വന്നിട്ട് 5 കിലോവാട്ടിന്റെ അടുത്താണ് ഈ ടോട്ടൽ ഈ മിഷൻ അതിന്റെ പവർ വരുന്നത്. 3.5 സ്പിൻഡൽ ഉൾപ്പെടെ മിഷൻ ടോട്ടൽ വന്നിട്ട് 5 കിലോവാട്ട് വേണം. എങ്കിൽ കൂടി നമുക്ക് ഇതിൽ 3 ഫേസിന്റെ ആവശ്യമില്ല, സിംഗിൾ ഫേസിലാണ് ഈ മിഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പ്രോപ്പർ ഇതിന്റെ എർത്ത് ആയിരിക്കണം. ഒരു സെപ്പറേറ്റ് എർത്ത് നമുക്ക് ഒരു അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ എഞ്ചിനീയേഴ്സ് അത് പ്രിഫർ ചെയ്യാറുണ്ട്. പ്ലസ് മാൻഡറ്ററി ആയിട്ട് നമുക്ക് ഇതിന്റെ സെർവോ സ്റ്റെബിലൈസർ നമുക്ക് ഈ മെഷീനെ കൊടുക്കണം. അത് മെഷീന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. KSB എന്ന് വരുന്ന പവർ ഫ്ലക്ച്വേഷൻ നമുക്ക് ആ സെർവോ സ്റ്റെബിലൈസർ വിത്ത് ഐസൊലേഷൻ വരുന്ന ഒരു സെർവോ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് റിക്കവർ ആയി കിട്ടും. അഡീഷണൽ ആയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഓപ്ഷണൽ ആണ്. മെഷീന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡസ്റ്റ് കളക്ടർ ക്ലീൻ ചെയ്യുന്നതിനും പൊടി പുറത്തോട്ട് പോകുന്നതിനും വലിച്ചു കളയുന്നതിനും വേണ്ടി ഡസ്റ്റ് കളക്ടർ നമ്മൾ യൂസ് ചെയ്യാം. അത് മെഷീന്റെ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട്. സെപ്പറേറ്റ് വാങ്ങുമ്പോൾ കുറച്ച് പ്രൈസ് അധികം നമുക്ക് വരും. മെഷീന്റെ കൂടെ തന്നെ അത് എപ്പോഴും പർച്ചേസ് ചെയ്യുകയാണ് എന്റെ സജഷനിൽ നല്ലത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു മെഷീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ മെഷീന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും പോയിന്റ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടഡ് മെഷീൻ ചൂസ് ചെയ്യണം എന്ന് പല കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അത് ഹൈജെറ്റ് മെഷീൻ ഉപയോഗിച്ച ആൾക്കാർക്ക് അതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് അറിയും. അല്ലാത്തവര് CNCയിൽ പുതിയതായി വരുന്നവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. എനിക്ക് ഇത്ര റേറ്റിന് അവിടെ കിട്ടാറുണ്ടല്ലോ, ഇതിലും കുറച്ച് മെഷീൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് വരുന്ന സ്ഥിരം ഡയലോഗ് ഞങ്ങൾ റിജക്ഷൻസ് നമ്മൾ ഫേസ് ചെയ്യാറുള്ളതാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ അതാണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഒരു ലോക്കൽ മെയ്ഡ് മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഒരു കമ്പനി സ്ട്രക്ചർ തന്നെ ഉണ്ടാവില്ല. ചെറിയൊരു സ്ഥലത്ത് വെൽഡിങ് 2 പേരെ 2-3 പേരെ വെൽഡിംഗ് ഒക്കെ വെച്ച് ചെയ്യുന്ന കമ്പനികളാണ് മോസ്റ്റ്ലി നമ്മൾ ഉണ്ടാവാറുള്ളത് നമ്മുടെ ഇവിടെ. അതുപോലെ തന്നെ പെർഫെക്ഷന്റെ കേസിലും നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ എപ്പോഴും ഇമ്പോർട്ട് ചെയ്ത് വരുന്നതിന്റെ ഈവൻ അതിന്റെ പെയിന്റിങ് കൂടിയാണെങ്കിൽ കൂടി നമുക്ക് വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ലേസർ പുതിയ ഹൈജെറ്റിന് ഉള്ള വിശേഷങ്ങളും പുതിയ അപ്ഡേഷനുകളും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.